കോട്ടയത്തേക്കാണ്. കുമരനെല്ലൂരിൽ ഭാര്യയെ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചു. രമ്യ മോഹനൻ എന്ന യുവതിക്കാണ് മർദ്ദനമേറ്റത്. ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം. 4 വർഷമായി മർദ്ദിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി യുവതി പോലീസിൽ പരാതി നൽകി. തലയെല്ലാം അടിച്ച് പൊട്ടിച്ച് ആദ്യം എൻ്റെ ചെവിക്കല്ല് തീർത്ത ഒരെണ്ണം തന്നത്. 2-3 അടി ആയപ്പോഴത്തേക്കിന് തന്നെ നമുക്ക് ബോധം പോയി തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അയാളുടെ അച്ഛൻ്റെ ഒരു പത്രത്തിൻ്റെ മരണ കട്ടിങ്, അച്ഛൻ്റെ സ്ക്രൂ ഡ്രൈവർ, അയാളുടെ ടൈറ്റിൻ്റെ വാച്ച്, അയാളുടെ അമ്മയുടെ ഒരു പഴയ പെട്ടിയുണ്ട്, ഇതെല്ലാം എൻ്റെ കൈവശമാണ്, ഞാൻ നശിപ്പിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞ് എൻ്റെ തലയെല്ലാം ആദ്യം അടിച്ച് പൊട്ടിച്ചു. എൻ്റെ മുഖമെല്ലാം ഇടിച്ച് പൊട്ടിച്ചിട്ട് ഇവിടെ എൻ്റെ എല്ലിന് പൊട്ടലുണ്ട്, റെറ്റിനയ്ക്കൊക്കെ ഇഷ്യൂ ഉണ്ട്, ഈ ജോലൈന് പെടലി ഇവിടെ അയാൾ കടിച്ചിട്ടുണ്ട്, പുറമെല്ലാം ഇടിച്ച് പൊളിച്ച് വെച്ചേക്കുക. ടോബി ജോൺസൺ ഉണ്ട് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ടോബി, ഈ കുമരനെല്ലൂരിൽ നിന്ന് വരുന്ന ഈ വാർത്തയും ദൃശ്യങ്ങളും ആ യുവതിയുടെ രമ്യയുടെ ചിത്രങ്ങളും അങ്ങേയറ്റം അസ്വസ്ഥമാക്കുന്നതാണ്. രമ്യയുടെ മുഖത്തൊരു ഇഞ്ച് ബാക്കിയില്ലാതെ തല്ലിച്ചതച്ചിരിക്കുകയാണ്, തിണർത്തിരിക്കുകയാണ്. ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എത്ര കാലമായി ഈ കൊടിയ മർദ്ദനം തുടങ്ങിയിട്ട്? ഇപ്പോൾ ഇയാൾ എവിടെയാണ്, ഈ ഭർത്താവ്? ഭർത്താവ് ഇപ്പോൾ ഒളിവിലാണെന്നാണ് ഗോകുൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൊടിയ മർദ്ദനം തന്നെ നടന്നു എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. കാരണം ആ പാടുകളെല്ലാം ഇപ്പോഴും രമ്യയുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മുഖത്ത് തന്നെ ആ പാടുകളെല്ലാം ഉണ്ട്. എന്തായാലും നമ്മൾ ഇന്ന് അല്പസമയം മുമ്പ് രമ്യയോട് നേരിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ ദുഃഖത്തോടു, വളരെയധികം സങ്കടത്തോടു കൂടിയാണ് ആ കാര്യങ്ങൾ പറയുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ടാണ് ഈ മർദ്ദനം തുടങ്ങിയത്. പലപ്പോഴും പുറത്ത് മാന്യനായിട്ടുള്ള പ്രകൃതമാണെങ്കിലും വീട്ടിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് ഈ ഭർത്താവിനെന്നാണ് അവർ പറയുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഇവർ വിവാഹിതരായി ഗൾഫിലേക്ക് പോകുന്നത്. വിദേശത്ത് അവർ ജോലി ചെയ്തു. അങ്ങനെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. കല്യാണം കഴിക്കുമ്പോൾ വലിയ സാമ്പത്തികമൊന്നുമില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം ഇവരുടെ സാമ്പത്തിക സ്ഥിതി, ഈ ഭർത്താവിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. അതിനുശേഷമാണ് ഇയാളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നതെന്നാണ് രമ്യ പറയുന്നത്. തുടർന്ന് ഇവരെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടി നിരന്തരം മർദ്ദിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ കോട്ടയം വെസ്റ്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രതിയായിട്ടുള്ള ഭർത്താവ് ജയൻ, അയാൾ ഒളിവിലാണെന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ദുരിതമല്ല. പലപ്പോഴും മർദ്ദിക്കുമെങ്കിലും കേസ് വരെ ആയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ മാപ്പ് പറഞ്ഞ് ക്ഷമ പറഞ്ഞ് ഇയാൾ വീണ്ടും സ്നേഹം കാണിക്കും. അങ്ങനെ സ്നേഹം കാണിച്ച് കൂടിയതിന് ശേഷം വീണ്ടും മർദ്ദിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. എന്തായാലും അത് സഹിക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് അവരുടെ വീട്ടിലേക്ക് രമ്യ വന്നത്. എന്തായാലും കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഇവരുടെ മകളെയും മർദ്ദിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. മകളോടും സ്നേഹമില്ല, തരിമ്പ് പോലും. ഗോകുൽ, തീർച്ചയായിട്ടും 3 മക്കളാണുള്ളത്. ആ മക്കളെയും മർദ്ദിച്ചിരുന്നു എന്നുള്ളൊരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ആ സംഭവത്തിൽ ഇവർ മാത്രമല്ല, മക്കളെയും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇയാൾ നടത്തിയതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രമ്യ ആ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഇവരെ എല്ലാവരും തൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണം, അല്ലെങ്കിൽ ഭാര്യയോട് പോയി ആത്മഹത്യ ചെയ്യാൻ പറയുന്ന ഒരു ഭർത്താവിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നിർബന്ധിച്ചു, ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണമെന്ന് രമ്യയോട് ഇയാൾ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് വീട്ടിൽ നിന്നും ഈ രമ്യ ഇറങ്ങിപ്പോകുന്നത്. ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം ഉണ്ടാകുന്നത്. അന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മുഖത്തൊക്കെ അടിക്കുകയും പലതവണ മുഖത്തടിക്കുകയും അങ്ങനെ വയ്യാതാകുന്ന അവസ്ഥയിലേക്കും എത്തി. എന്നിട്ടും ആ മർദ്ദനം നിർത്തിയില്ല. ഒടുവിൽ സഹിക്കാൻ കഴിയാതെയാണ് അവർ തൃക്കൊടിത്താനത്തുള്ള അവരുടെ വീട്ടിലേക്ക് ഇപ്പോൾ പോന്നിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.